ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ BJP ഇപ്പോൾ ഉള്ളത്. സംഭവം മനസ്സിലായോ? അതൊക്കെ ആർക്കാണ് മനസ്സിലാവാത്തത്? ഈ ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതോടെ ആ ചടങ്ങ് തന്നെ ബഹിഷ്കരിച്ചാണ് ഇടതുപക്ഷ സർക്കാർ തിരിച്ചടിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയപാത 66ന്റെ ഉദ്ഘാടന പരിപാടി ഇതോടെ ദേശീയ ശ്രദ്ധ തന്നെയാണ് ശരിക്കും ആകർഷിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും ഈ ഒരു സംഭവം നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NH66, തലപ്പാടി, ചെങ്ങള, വെങ്ങളം, രാമനാട്ടുകര 6 വരിപ്പാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് വകുപ്പ് മന്ത്രിയെ തന്നെ ഒഴിവാക്കിയത്. ഇത് ബോധപൂർവമാണ് എന്നാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന സർക്കാരും പൊതുമരാമത്ത് വകുപ്പും വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസും എല്ലാം ഈ ഒരു പദ്ധതി നടപ്പാക്കാനെടുത്ത ഇടപെടലുകൾ കേന്ദ്ര സർക്കാരും BJPയും എത്രയൊക്കെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അതൊന്നും തന്നെ ഈ കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല. ഈ ഭൂമി ഏറ്റെടുക്കലിന് ഉൾപ്പെടെ വലിയൊരു തുക നൽകിയത് സംസ്ഥാന സർക്കാരാണ്, അല്ലാതെ കേന്ദ്ര സർക്കാർ അല്ല എന്നതും നാം ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കണം. ഈ ദേശീയപാത നിർമ്മാണത്തിൽ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചിരിക്കുന്നത് NH66നാണ്. 5600 കോടിയാണ് ഇത്തരത്തിൽ ചെലവഴിച്ചത്. ഈ കടമെടുപ്പ് പരിധിയിൽ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 12000 കോടിക്ക് തുല്യമായി ഇത് മാറിയിട്ടുണ്ട്. എല്ലാ റീച്ചുകളുടെയും റിവ്യൂ യോഗങ്ങൾ കൃത്യമായി തന്നെ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം കണ്ടാണ് മുൻപ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ പ്രത്യേകം അഭിനന്ദിച്ചിരിക്കുന്നത് എന്നത് നാം കണ്ടൊരു കാര്യമാണല്ലോ. എന്നിട്ട് മന്ത്രിയെ തഴഞ്ഞത് എന്തിനാണ് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാവാത്തത്. ഈ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള നിതിൻ ഗഡ്കരി, ഹർദീപ് സിംഗ് പുരി, പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷി, അശ്വനി വൈഷ്ണവ്, ശിവരാജ് സിംഗ് ചൗഹാൻ, അജയ് തംത, ഹർഷ് മൽഹോത്ര, കമലേഷ് പസ്വാൻ, ഡോക്ടർ ചന്ദ്രശേഖർ പൈമസാനി, സുരേഷ് ഗോപി, ശ്രീപാദ് യെസ്സോ നായക്, വി സോമണ്ണ, രവനീത് സിംഗ്, ജോർജ് കുര്യൻ, കേരള ഗവർണർ തുടങ്ങി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ വരെ ക്ഷണിച്ച പരിപാടിയിൽ നിന്ന് മന്ത്രി റിയാസിനെ ഒഴിവാക്കിയത് എന്തിന്റെ പേരിലായാലും അതൊരിക്കലും ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ദേശീയപാത വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കാനിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡ് ഷോ നടത്തി പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ വെങ്ങളം, രാമനാട്ടുകര റീച്ചിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തിയത്. ഇതിനു മുമ്പ് കാസർഗോഡ് നുള്ളിപ്പാടിയിൽ CPM MLA ആയിട്ടുള്ള CH കുഞ്ഞമ്പു MLAയുടെ നേതൃത്വത്തിൽ സമാന്തര ഉദ്ഘാടനവും നടത്തിയിട്ടുണ്ട്. ഈ ദേശീയപാതയുടെ 1ാം റീച്ചാണ് MLA നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നിലവിലെ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിയും അതുപോലെ തന്നെ കേരള സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി എടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനും വലിയ ഗുണമാണ് ചെയ്യുക.